നമഃശിവായ നിത്യവും ജപിച്ചാൽ ഭഗവാൻ പരമശിവന്റെ പരിപാവനമായ മൂലമന്ത്രമാണ് ഓം നമഃശിവായ. ഉഗ്രകോപിയെങ്കിലും ക്ഷിപ്രപ്രസാദിയാണ് ഭഗവാൻ. നമഃശിവായയിൽ 5 അക്ഷരങ്ങളുള്ളതിനാൽ പഞ്ചാക്ഷരി മന്ത്രമെന്നറിയപ്പെടുന്നു. യജുർവേദത്തിലെ സ്ത്രീ രുദ്രചക്ര സ്തോത്രത്തിൽ നിന്നും എടുത്തിട്ടുള്ള മന്ത്രമാണിത്. നമഃശിവായ എന്നത് വേദങ്ങളുടെ അന്തസത്തയിൽ പരാമർശിച്ചിരിക്കുന്ന പരമശിവന്റെ ഏറ്റവും പരിപാവനമായ നാമമാണ്. ന എന്നാൽ ഭഗവാൻ തന്നിൽ ഒളിപ്പിച്ചിരിക്കുന്ന ലാളിത്യം. മ പ്രപഞ്ചത്തെ കുറിക്കുന്നു. ശിവനെ പ്രതിനിധീകരിക്കുന്നു. വ എന്നാൽ ഭഗവാന്റെ തുറന്ന ലാളിത്യം. യ എന്നാൽ ആത്മാവിനെ കുറിക്കുന്നു. ഈ 5 അക്ഷരങ്ങൾ പഞ്ചഭൂതങ്ങളെയും കുറിക്കുന്നു. ന ഭൂമി, മ ജലം, ശി അഗ്നി, വ വായു, യ ആകാശം. കൂടാതെ ശിവപഞ്ചാക്ഷരി മന്ത്രത്തിലെ ആദ്യ അക്ഷരമായ ന സൂചിപ്പിക്കുന്നത് നാഗേന്ദ്രഹാരനെയാണ്, അതായത് പാമ്പിനെ ആഭരണമായി കഴുത്തിലണിഞ്ഞവൻ. രണ്ടാമത്തെ അക്ഷരമായ മ എന്ന അക്ഷരം അർത്ഥമാക്കുന്നത് ഗംഗാ നദിയിലെ ജലത്തിൽ കുളിച്ച ശിവനെയാണ്. മൂന്നാമത്തെ അക്ഷരമായ ശി ശിവന്റെ ഭംഗിയെ സൂചിപ്പിക്കുന്നു. വിടർന്നു നിൽക്കുന്ന താമരയെയാണ് ഈ അക്ഷരം പ്രതിനിധാനം ചെയ്യുന്നത്. നാലാമത്തെ അക്ഷരമായ വ സൂചിപ്പിക്കുന്നത് വശിഷ്ഠനെ പോലുള്ള പല മഹാഋഷിമാരും ആരാധിക്കുന്ന അതിശ്രേഷ്ഠനും ഉന്നതനുമായ ശിവനെയാണ്. ഈ മന്ത്രം തുടർച്ചയായി ചൊല്ലുമ്പോൾ നാം നമ്മെ തന്നെ ഭഗവാനിൽ സമർപ്പിക്കുന്നു. നമ്മുടെ അഹംഭാവത്തെ ഇല്ലാതാക്കി മനസ്സിലെ മാലിന്യങ്ങളെ നീക്കാനുള്ള ശക്തി ഈ മന്ത്രത്തിനുണ്ട്. ഏതവസ്ഥയിലും ഏതവസരത്തിലും നമഃശിവായ മന്ത്രം ജപിക്കാമെന്ന പ്രത്യേകതയുണ്ട്. നിത്യവും പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നവർക്ക് ഗ്രഹദോഷങ്ങൾ ബാധിക്കുകയില്ല. ഭവനത്തിൽ പ്രഭാതത്തിലോ പ്രദോഷത്തിലോ നിലവിളക്കിനു മുന്നിലിരുന്ന് 108 തവണ ഓം നമഃശിവായ ജപിക്കുന്നത് കുടുംബ ഐശ്വര്യത്തിന് ഉത്തമമാണ്. നിത്യേന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നവർക്ക് ഏത് ആപത്ഘട്ടങ്ങളെയും തരണം ചെയ്യാനുള്ള ആത്മബലം ലഭിക്കും. ഓം നമഃശിവായ.